ലേഡി അവർക്കുണ്ടായിട്ടുള്ള വളരെയധികം മോശമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നമ്മളോട് ഷെയർ ചെയ്യുന്നു. എക്സ്പീരിയൻസ് മാത്രമല്ല, ആ ഒരു അനുഭവത്തെ എത്രത്തോളം ധീരമായിട്ട് അവർ ഫേസ് ചെയ്തു എന്ന് കൂടി നമ്മളോട് പങ്കുവെക്കുകയാണ്. അപ്പം കുറെ പേര് വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കാലം എവിടെയായിരുന്നു, ഇത്രയും കാലം കഴിഞ്ഞ് പ്രതികരിക്കാൻ കാരണം എന്താണ്, ഇതിപ്പോ പറയേണ്ട ആവശ്യം എന്താണുള്ളത്, എന്ത് കാര്യത്തിന്റെ പുറത്താണ് ഇത്രയും കാലം കഴിഞ്ഞ് ഇത് വന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോഴാണോ നേരം വെളുത്തെന്നൊക്കെ. അപ്പൊ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ്, ഒരാൾക്ക് മോശം അനുഭവം ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും പോലെ അയാൾ എല്ലായ്പ്പോഴും പ്രതികരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. അയാളുടെ മാനസികാവസ്ഥ ഓക്കെ ആയിരിക്കണം. പ്രതികരിക്കാനാണെങ്കിലും അയാൾക്ക് അതിന് വേണ്ട ധൈര്യം ഉണ്ടാവണം. പല പല ഭയങ്ങൾ കാരണം, സമൂഹമായിരിക്കാം, തൊഴിലിടമായിരിക്കാം, അല്ലെങ്കിൽ വീടായിരിക്കാം, നാടായിരിക്കാം, അങ്ങനെ പല പല ഭയങ്ങൾ കാരണം, പലതരം മാനസികാവസ്ഥകൾ കാരണം അവർക്ക് അപ്പോൾ പ്രതികരിക്കാൻ പറ്റണമെന്നില്ല. സോ അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പോലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. പിന്നെ ഇത്രയും കാലം കഴിഞ്ഞ് വന്ന് എന്തിനു പ്രതികരിക്കുന്നു, എന്തിനു പറയുന്നു എന്ന് ചോദിച്ചാല് അവർക്ക് കംഫർട്ടബിൾ എന്ന് തോന്നുന്ന സമയത്താണ് അവർ അവരുടെ അനുഭവം വന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞ് ഒരുപാട് വൈകി വന്ന് പറയുന്നു എന്നുള്ളൊരു കാരണത്താല് അവരുടെ അനുഭവത്തെ തള്ളിക്കളയാനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല. ഒരുപാട് കാലം കഴിഞ്ഞ് വന്ന് പറയുന്നു എന്ന് കരുതിയിട്ട് അത് കളവായിരിക്കണം എന്നില്ല, ചിലപ്പോൾ സത്യമായിരിക്കും. അപ്പൊ ഇത്രയും കാലം കഴിഞ്ഞ് നിങ്ങൾ ഇത് എന്തിനു പറയുന്നു, ഇത് പറയേണ്ട ആവശ്യം എന്താന്നൊക്കെ ചോദിച്ചിട്ട് ഒരാളുടെ അനുഭവത്തെ നിസ്സാരമാക്കി കളയരുത്. അവരിപ്പോഴാണ് പറയാൻ കംഫർട്ടബിൾ, അത്രേ ഉള്ളതിന്റെ അർത്ഥം.